നമസ്കാരം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടിൽ മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഏർപ്പെടുത്തിയ 50% തീരുവ പ്രാബല്യത്തിൽ വന്നപ്പോൾ രാജ്യം നിന്ന് വിറച്ചു പോകും എന്നായിരിക്കും ട്രംപ് കരുതിയത്. പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് ഇന്ത്യക്ക് മേലൊരു അധിക ഭാരം നൽകിയതെന്ന് ഏവർക്കും അറിയാവുന്നതുമാണ്. എന്നാൽ ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിലാണ് ഇന്ത്യ ഈ അവസരത്തെ നോക്കിക്കണ്ടത്. ഇന്ത്യയുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയതോടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയെന്ന നിലയിലാണ് ട്രംപ് ഇപ്പോൾ. എന്തായാലും സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാതെ പകരം ആഭ്യന്തര ഉൽപ്പാദനം, സ്വയം പര്യാപ്തത, പുതിയ വിപണികൾ കണ്ടെത്തൽ തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കയിൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ആഗോളതലത്തിലാണ് ഇന്ത്യ വിലപേശുന്നത്. ഇതിൻ്റെ ഭാഗമായി തുണിത്തരങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ 40 രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്സ്, പോളണ്ട്, കാനഡ, മെക്സിക്കോ, റഷ്യ, ബെൽജിയം, തുർക്കി, UAE, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലെ വിപണിയും ഇന്ത്യ ലക്ഷ്യമിട്ട് കഴിഞ്ഞു. ഇത്തരത്തിൽ 40ഓളം വരുന്ന വിപണികളിൽ കൃത്യമായ ഏകോപനത്തിലൂടെ കൈകാര്യം ചെയ്യാനായി രാജ്യം ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞുവെന്നാണ് വിവരം. ഇന്ത്യ നിലവിൽ 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് എങ്കിലും ഈ 40 രാജ്യങ്ങളിൽ കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഇറക്കുമതിയിൽ $590 ബില്യൺ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ വിഹിതം 5 മുതൽ 6% മാത്രമാണ്. കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ US താരിഫ് $48 ബില്യൺ മൂല്യമുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തുണിത്തരങ്ങളും വസ്ത്രങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും ചെമ്മീൻ, തുകൽ, പാദരക്ഷകൾ, മൃഗ ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2024-25 വർഷത്തിൽ ഇന്ത്യയുടെ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും മേഖലയുടെ മൊത്തത്തിലുള്ള വലുപ്പം $179 ബില്യൺ ആണ്. ആഭ്യന്തര വിപണി $142 ബില്യൺ കയറ്റുമതി $37 ബില്യൺ ആഗോളതലത്തിൽ തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും ഇറക്കുമതി വിപണി 2024-ൽ $800.77 ബില്യൺ ആയിരുന്നു. അവിടെ 4.1% വിഹിതമുള്ള ഇന്ത്യ 6ാം വലിയ കയറ്റുമതിയായി മാറിയിരുന്നു. എന്തായാലും രാജ്യത്തിനകത്തു നിന്ന് തന്നെ പ്രോത്സാഹനം നൽകി ജനങ്ങളെ കൂടുതൽ സജീവമാക്കി പുരോഗതിയിലേക്ക് എത്തിക്കാനാണ് കേന്ദ്രത്തിൻ്റെ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോക്കൽ ഫോർ ലോക്കൽ എന്ന മുദ്രാവാക്യം ആവർത്തിച്ചത് ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് പകരം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പൗരന്മാരെയും വ്യവസായികളെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആഭ്യന്തര വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും കയറ്റുമതി നഷ്ടം കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. താരിഫ് ഏർപ്പെടുത്തിയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്ക് GST നിരക്കുകൾ കുറയ്ക്കാനും സർക്കാർ പദ്ധതിയിട്ട് കഴിഞ്ഞു. ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ, ഭക്ഷണം എന്നിവ 5% നികുതി സ്ലാബിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം പരിഗണനയിലുണ്ട്. ഇത് ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കുകയും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അമേരിക്കൻ വിപണിയെ മാത്രം ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ആഫ്രിക്ക, യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, പശ്ചിമേഷ്യ തുടങ്ങിയ പുതിയ വിപണികളുമായും വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്താൻ കിണങ്ങി ശ്രമിക്കുന്നുണ്ട്. ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ, യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ എന്നിവയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ വേഗത്തിലാക്കാനും ഇന്ത്യ നീക്കങ്ങൾ തുടങ്ങി. തീരുവയുടെ ആഘാതം നേരിടുന്ന കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം, പലിശ സബ്സിഡി, വേഗത്തിലുള്ള നികുതി റീഫണ്ടുകൾ എന്നിവ നൽകാൻ സർക്കാർ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ട്രംപിന്റെ ഭീഷണി തലയ്ക്ക് മീതെ നിൽക്കുമ്പോഴും ഇതുവരെയും റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിയന്ത്രിക്കുന്ന ഉത്തരവുകളൊന്നും ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടില്ല. റഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞത് തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച വില ലഭിക്കുന്നിടത്ത് നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരും എന്ന് തന്നെയാണ്. ഈ നിലപാട് ഇന്ത്യ ദേശീയ താൽപ്പര്യങ്ങൾ ഒരു വിദേശ ശക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിപ്പോകില്ല, അല്ലെങ്കിൽ ബലി കഴിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന നിലപാടായി മാറുകയായിരുന്നു. അതേസമയം അമേരിക്കയുടെ പുതിയ തീരുവകൾ സ്വന്തം സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. SBIയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പം കൂട്ടുകയും ചെയ്യും. ചില മേഖലകളെ താരിഫിൽ നിന്ന് ഒഴിവാക്കിയത്, അതായത് ഉദാഹരണത്തിന് ഫാർമസ്യൂട്ടിക്കൽസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട്. ഇത് അമേരിക്ക ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം പൂർണ്ണമായും ഇല്ലാതാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി കണക്കാക്കാം. അമേരിക്കൻ താരിഫ് ഇന്ത്യക്ക്
ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ഇത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനും സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങാനും സഹായിക്കുന്ന ഒരു അവസരമായി മാറുമെന്നതിൽ തർക്കമില്ല.